അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഗനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 4 വാക്യങ്ങൾ 10 മുതൽ 18 വരെ. മകനെ, എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്ര മനസ്സ് പോലെയാണ്, എവിടെ തട്ടി വീഴുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ യേശുവേ, ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാസ് ശ്രീനാഥൻ. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാസ് ശ്രീനാഥൻ. നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
പകലുകളോടവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ദൂതനും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരനെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും
നവജനമായി നാം മാറും. സുവിശേഷം 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരലിലൂടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്നേഹമുള്ള പിതാക്കന്മാരെ, പ്രിയ അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സീറോ മലബാർ സഭ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന്. യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞായറാഴ്ചയോടെ തന്നെ നിങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇവിടേക്ക് ഓടിയെത്തി എന്നുള്ളത് നിങ്ങൾക്കുള്ള സഭയോടുള്ള സ്നേഹത്തിൻ്റെ, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്ന മാർഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം, അത് ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ അടയാളമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ്. നാടും വീടും വിട്ട് നമ്മൾ വളരെ അകലെയുള്ള ഈ ഭൂഭാഗത്ത് വന്ന് വിശ്വാസം ജീവിക്കാൻ നിങ്ങൾ ആവേശത്തോടു കൂടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. ഈ വിശുദ്ധ കുർബാന ഞങ്ങൾ അർപ്പിക്കുമ്പോൾ മാതൃസഭയോടൊപ്പം നിന്ന് നിങ്ങളുടെ വിചാരവികാരങ്ങളും ആഗ്രഹങ്ങളും കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മാതൃസഭയുടെ സുവിശേഷവാഹകരാണ്. യേശുവിൻ്റെ സുവിശേഷം തോമാസ് ശ്ലീഹ കാണിച്ചു തന്ന മാർഗത്തിലൂടെ യുകെയിൽ വ്യാപിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ ഒന്നിച്ചു കൂടുന്നതിൽ, ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതിൽ, ഒന്നിച്ചുകൂടി നമ്മുടെ ആരാധനക്രമം അനുസരിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ആവേശത്തോടു കൂടി താല്പര്യത്തോടു കൂടി ഓടിയെത്തണം എന്നുള്ളത് തന്നെയാണ് മാതൃസഭയുടെ ആഗ്രഹം എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. 23 വ്യക്തിസഭകൾ അടങ്ങുന്നതാണല്ലോ കത്തോലിക്ക സഭ, ആ കൂട്ടായ്മ. ഈ കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ സ്ഥാപകന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് സീറോ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സമൂഹമാണ്. തോമാസ് ശ്ലീഹായുടെ പേരിൽ മാത്രമേ ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സഭയാണ്. പത്രോസ് പൗലോസ് കൊണ്ട് റോമിൽ സ്ഥാപിച്ച ലത്തീൻ സഭയ്ക്ക് ഉൾപ്പെടെ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സ്ഥാപിച്ച സ്ഥാപകന്റെ പേരിൽ തന്നെ നമ്മുടെ സഭ അറിയപ്പെടുന്നു എന്നുള്ളത്. അതിൽ നമ്മൾ അഭിമാനിക്കണം, സന്തോഷിക്കണം. ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 2 വ്യക്തികളുണ്ട്. നമ്മുടെ വികാരങ്ങൾ തട്ടി ഉണർത്തുന്ന 2 വിശുദ്ധരാണ് തോമാസ് ശ്ലീഹായും നമ്മുടെ തന്നെ സ്വന്തം പുത്രിയായ അൽഫോൻസാമയും. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഒരേ മാസത്തിൽ തന്നെ അവർ 2 പേരുടെയും പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്
ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ മറുനാട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ തനിമ, അതിൻ്റെ പൈതൃകം നമ്മൾ പ്രത്യേകമായി ഇതിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വികലമാകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കതിന് മാർഗദർശിയായി മുന്നോട്ട് മുന്നേറുന്ന വ്യക്തി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ തന്നെയാണ്. മാർത്തോമ മാർഗം പഠിപ്പിച്ച ആ മാർത്തോമയുടെ തോമിസ്റ്റിക് ഐഡന്റിറ്റി, ആ മാർത്തോമയുടെ തനിമ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം തുടങ്ങിയ തനിമയല്ല. കർത്താവിനെ നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അപ്പസ്തോലന്മാരൊരുവനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഉണ്ടായത് തന്നെയാണ്. നമ്മളൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. മാർത്തോമാ ശ്ലീഹ ഒരു തനിമയുള്ള വ്യക്തിയായതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തോമസ് ശ്ലീഹായെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ സന്ദർഭങ്ങളിൽ തൻ്റെ പ്രത്യേകമായ യേശുവിനോടുള്ള സ്നേഹവും യേശുവിനെ കുറിച്ചുള്ള വീക്ഷണവും വളരെ ഇഫക്റ്റീവായിട്ട് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അപ്പസ്തോലനായിട്ട് തോമസ് ശ്ലീഹയെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് തോമസ് ശ്ലീഹ, നമുക്കറിയാം, നമ്മൾക്ക് വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 ദൈവിക പുണ്യങ്ങളുടെ വലിയൊരു മാതൃകയായിട്ടാണ് തോമസ് ശ്ലീഹ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. അവിടെ ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ ലാസറിന്റെ കബറിടത്തിലേക്ക്, ലാസറിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയ കർത്താവിനെ നിരുത്സാഹപ്പെടുത്തിയ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് തോമസ് ശ്ലീഹ പറഞ്ഞു, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. കർത്താവ് പഠിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ തോമസ് ശ്ലീഹ. കർത്താവ് പറഞ്ഞു, സഹോദരന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അത് തെളിയിച്ചത് കർത്താവ് തൻ്റെ കുരിശിലാണ്. കർത്താവ് തൻ്റെ കുരിശുമരണത്തിലൂടെ സഹോദരന് വേണ്ടിയുള്ള സ്വയം അർപ്പണത്തെ തെളിയിക്കുന്നതിന് മുമ്പ് ആ പ്രബോധനത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയ തോമസ് ശ്ലീഹ പറയുകയാണ്, വേണ്ടി വന്നാൽ നമുക്ക് അവനോടുകൂടി മരിക്കാൻ സാധിക്കണം. തോമസ് ശ്ലീഹയ്ക്ക് കർത്താവിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആ തോതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിക്കേണ്ടി വന്നാലും യേശുവിനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായി ജീവിതത്തിലേക്ക് ആവഹിച്ചെടുത്ത പ്രിയ തോമസ് ശ്ലീഹ. അപ്പോൾ ദൈവസ്നേഹം എന്ന ദൈവിക പുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമുക്കിവിടെ തോമസ് ശ്ലീഹയെ കാണാൻ സാധിക്കും. നമ്മൾ മറുനാട്ടിൽ എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നമ്മളൊരുപാട് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനും ജീവിക്കാനും മക്കളെ നോക്കാനും നാട്ടിൽ കഴിച്ചു കൊടുക്കാനും അങ്ങനെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് സ്വന്തം ഭാര്യയേക്കാൾ സ്വന്തം മക്കളേക്കാൾ ഉയർന്ന സ്ഥാനം യേശുവിന് കൊടുക്കാൻ സാധിച്ചാൽ ഈ ഡൊമസ്റ്റിക് ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള തോമസ് ശ്ലീഹായുടെ തനിമ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ നെട്ടോട്ടം ആത്മാർത്ഥതയുള്ള ഒരു ഓട്ടമായിട്ട് ദൈവത്തിന് മനുഷ്യർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടേണ്ട വലിയൊരു ചൈതന്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിധി